നമസ്തേ. പ്രവാസികൾ പറയട്ടെ പരിപാടിയുടെ പ്രത്യേക അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. വന്ദേ ഭാരതം ദൗത്യത്തിൻ്റെ ഭാഗമായി കൊറോണ വ്യാപനം മൂലം വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്ന നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു. ദുബായ്, അബുദാബി, സൗദി അറേബ്യ, ബഹ്റൈൻ, കുവൈറ്റ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇതിനകം നാട്ടിലേക്ക് ആളുകൾ ആദ്യഘട്ടമായി എത്തിയിട്ടുണ്ട്. ആയിരങ്ങളെയോ പതിനായിരങ്ങളെയോ അല്ല, മറിച്ച് ലക്ഷക്കണക്കിന് ഭാരതീയരെയാണ് അവരുടെ ജന്മനാടുകളിലേക്ക് എത്തിക്കേണ്ടത്. ഇവരെ തിരിച്ചെത്തിക്കുക അനായാസമായ ഒരു പ്രക്രിയയല്ല. അതുകൊണ്ട് തന്നെ അതത് ഇന്ത്യൻ എംബസികൾ വഴി പേര് രജിസ്റ്റർ ചെയ്തവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കി രോഗലക്ഷണങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയാണ് മടക്കയാത്ര കുറ്റമറ്റതാക്കിയിരിക്കുന്നത്. അതിന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിനും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിനും ഒരു ബിഗ് സല്യൂട്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജനം TV അമേരിക്കയിലെ ടീം ജനത്തിൻ്റെ മുൻകൈയോടെ ഒരാശയ സംവാദത്തിന് വേദിയൊരുക്കിയിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ശ്രീ വി മുരളീധരൻ ആദ്യമായി അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹവുമായി തത്സമയം ആശയവിനിമയം നടത്തുന്നു ജനം TVയിലൂടെ. അമേരിക്കയിലെയും കാനഡയിലെയും ഏതാനും യൂറോപ്യൻ രാജ്യങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാർ സൂം വഴി അവരുടെ അഭിപ്രായങ്ങൾ മന്ത്രിയെ നേരിട്ടറിയിക്കാൻ ചേരുന്നു. ഒപ്പം കൊറോണയുടെ ആക്രമണത്തിന് സാരമായി ഇരയാക്കപ്പെട്ട ന്യൂയോർക്കിലെ ഇന്ത്യൻ ആസ്ഥാനത്ത് കോൺസുൽ ജനറലായ ശ്രീ സന്ദീപ് ചക്രവർത്തിയുമുണ്ട്. കേന്ദ്രമന്ത്രി വി മുരളീധരനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ശ്രീ സന്ദീപ് ചക്രവർത്തി, വെരി ഹാർട്ടി വെൽക്കം ടു യു സർ. മറ്റ് അതിഥികൾക്കും സ്വാഗതം. ശ്രീ വി മുരളീധരനിൽ നിന്നും ഈ സംവാദം നമുക്ക് ആരംഭിക്കാം. മിനിസ്റ്റർ, UAE, GCC രാഷ്ട്രങ്ങളിൽ നിന്നും പ്രവാസികളെ ഇതിനകം ഇന്ത്യയിൽ എത്തിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെത്തും. ഇന്ന് നമ്മുടെ ഈ സംവാദത്തിൽ പങ്കെടുക്കുന്ന അമേരിക്കയിലും കാനഡയിലും ഉള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രതിനിധികളുടെ പ്രധാന ആശങ്കയും മടക്കയാത്രയെ ചൊല്ലിയാണ്. തൊഴിൽ നഷ്ടപ്പെട്ടവരുടെയും നഷ്ടപ്പെടുന്നവരുടെയും ആശങ്കയും ആധിയും ചെറുതല്ല. US ഇതിനകം നമുക്കൊക്കെ അറിയാവുന്നതുപോലെ 40ഓളം മലയാളികൾ മരണപ്പെട്ടു. വിദേശത്തുള്ള മക്കളെ കാണാൻ പോയി അവിടെ കുടുങ്ങിയവർ, വിദ്യാർത്ഥികൾ, ജോലി നഷ്ടപ്പെട്ടവർ, രോഗാവസ്ഥയിലുള്ളവർ എല്ലാവരും ചോദിക്കുന്നത് US നിന്നും കാനഡയിൽ നിന്നുമുള്ള വിമാന സർവീസുകളെക്കുറിച്ചാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കൂടി വ്യക്തമാക്കിക്കൊണ്ട് താങ്കൾക്ക് ഈ ക്ഷണിക്കപ്പെട്ട അതിഥികളെ അഭിസംബോധന ചെയ്യാം. ജനം TV ഇത്തരത്തിൽ US യൂറോപ്പിലെയും പ്രധാനമായും മലയാളികളെ മായി കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ മുടങ്ങിക്കിടന്ന സാഹചര്യത്തിൽ അവിടെ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള പ്രവർത്തനത്തിന് തുടക്കം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് വന്ദേ ഭാരത് മിഷൻ്റെ 3-ാം ദിവസമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഇന്നലെയും മിനിയാന്നുമായിട്ട് 1453 പേരാണ് ഇതുവരെയായിട്ട് ഇന്ത്യക്കകത്ത് കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ആഴ്ച, പ്രത്യേകിച്ച് ആദ്യത്തെ ആഴ്ച എന്നുള്ളതിൽ ഏതാണ്ട് 15,000-ഓളം ആളുകൾ 64 സർവീസുകളിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെത്തും. അതിൽ US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഈ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ മടങ്ങിവരവിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും വിമാനയാത്രാ സർവീസുകളും ആരംഭിച്ചിട്ടുള്ളത്. വരുന്ന ആഴ്ചകളിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ സർവീസുകൾ വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളാണ് വിദേശകാര്യ വകുപ്പും സിവിൽ ഏവിയേഷൻ വകുപ്പും കൂടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയയും കാനഡയും യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും ജർമ്മനിയും ഇറ്റലിയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അതോടൊപ്പം
സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളായിട്ടുള്ള റഷ്യയുടെയും ഖസാക്കിസ്ഥാനും കിർഗിസ്ഥാനും ഉക്രൈനും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഈ വരുന്ന ആഴ്ച 16-ാം തീയതി തൊട്ട് തുടങ്ങുന്ന 15-ാം തീയതി തൊട്ട് തുടങ്ങുന്ന ആഴ്ചയിൽ വിമാന സർവീസുകൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിലും അതിൻ്റെ തയ്യാറെടുപ്പുകളിലുമാണ് വിദേശകാര്യ വകുപ്പും സിവിൽ വ്യോമയാന വകുപ്പും. അടുത്ത ഒരു 1-2 ദിവസങ്ങൾക്കകം ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ, ആ തീരുമാനങ്ങൾ വിദേശകാര്യ വകുപ്പ് എടുത്തതിന് ശേഷം ഔപചാരികമായിട്ടുള്ള അറിയിപ്പുകൾ ഉണ്ടാവും. മാത്രമല്ല, ഗൾഫ് പ്രദേശങ്ങളിൽ നിന്നും ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നും ഉള്ള സർവീസുകൾ തുടരുന്നതിന് പുറമെയായിരിക്കും പുതുതായിട്ട് ഏതാണ്ട് 10ഓളം രാജ്യങ്ങളിൽ നിന്ന് വീണ്ടും യാത്രാ സർവീസുകൾ കൂടുതലായിട്ട് ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. ഈ സന്ദർഭത്തിൽ ജനം ടി വിയിലൂടെ അമേരിക്കയിലെയും US-ലെയും അതോടൊപ്പം യൂറോപ്പിലെ, കാനഡയിലെ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളിലുള്ള ജനം സുഹൃത്തുക്കൾ, പ്രേക്ഷകർ, അങ്ങനെയുള്ള മുഴുവൻ ആളുകളുമായിട്ടും സംവദിക്കാനുള്ള അവസരമുണ്ടായതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ തൽക്കാലം ആമുഖമായിട്ട് ഇത്രയും മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നന്ദി മിനിസ്റ്റർ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ സന്ദീപ് ചക്രവർത്തി, at the very outset I would like to ask you why a country like USA, which is fully equipped with all medical facilities, is facing a big crisis. The death rate is increasing, alarming as well. Is the Indian community not getting proper health care, medication, proper treatment? Any disparity or discrimination to our people in providing medical aid? Janam Sauhrida Vedi and Janam TV and Overseas Friends of BJP arranging this program. Thank you, Minister Muralidharan ji and Consulate General Sandeep ji participating this Vande Bharat Samudra Setu mission. My question to Consulate General is, New York considered as one of the epicenter of COVID-19 pandemic, and we lost more than 77,000 lives in US, including NRIs. What are the preparations made by the Indian consulates and Indian embassy in US to help the Indian community? Please explain, including travel arrangements and current situation to the Janam TV. Thank you. Welcome, Sandeep ji. Thank you. Namaskar. My respects and greetings to Honorable Minister. Thank you, sir. And Minister must have explained in detail the philosophy of Vande Bharat mission. I will start by addressing the first question raised by Janam TV anchor. I don't think there is any discrimination. I think the virus is also very non-discriminatory. It attacks all people equally. If they are vulnerable, they will be attacked. Fortunately for us, I think the number of casualties in terms of proportion of the population, the Indian community has been less, but that does not mean that the community has not been affected. We know some people who have even died and many more have been affected, but I don't think there is any discrimination. The point is that the US was hit hard by the virus, and it started from the northwest, and then it came to New York. I think it came to New York because New York is a very international city with many international airports, and it is an internationally transmitted disease. And before they could realize how to deal with the problem, I think the problem became larger to handle. But happily for us, the cases in New York area are declining now, and I think we are well over the peak. And in the coming days and weeks, things will normalize in the United States. As far as the Indian community is concerned, they have been affected by the lockdown and stay at home. The Indian American community is affected doubly
because they are affected by what's happening in the US, and they are also sentimentally and emotionally attached to or have ties to India. So what happens in India also affects us. So that's a very unenviable situation. We don't want to be in that situation. But I must say that the community has really rallied well. Lots of community organizations have got together, and we in the consulate have been in the forefront, connecting with the community, making sure that Indians who were stranded here, whether they were citizens or tourists or business professionals or people whose visas were expiring, that their needs were addressed. We tried to address the needs locally because there was no visibility on the flights to India, and all kinds of organizations joined hands, and we have been able to stand out and be in the forefront and help people in need. Now that the Vande Bharat mission has been announced, we are happy that US has got allocation of 7 flights. 2 are from our area, New York, New Jersey. In fact, right now preparations are going on for the first flight, which is leaving San Francisco tonight for Mumbai and I think Hyderabad. And we have a flight tomorrow for Mumbai and Ahmedabad, and one more flight in the coming days. So we did an exercise of registering people from all over the United States, led by an embassy in Washington, and we got more than 20,000 registrations of people, and on that basis the ministry decided which are the cities from where flights will originate and what will be the destinations in India. You have to understand that although the US has stay at home, India is in lockdown, so there are issues of quarantine and interstate travel in India. So we have our decision of the flights has taken that into consideration, and also the majority of people, or rather the number of people in the United States who are stranded. So we are preparing for our first flight tomorrow. We have given priority to different categories, particularly people who are in the medical category, people who are sick, people who are patients, elderly people, students who are stranded, and pregnant women. These kind of people have got priority because they need to travel to India. So this is a large exercise across our 6 consulates and embassy is happening at the moment, day in, day out. Thanks. So I think I gave a more or less a flavor of what is happening, and we will see. We are learning from the experience of these flights, and we will try to improve our performance as far as the days go along, and we'll see if more flights are announced by the ministry. Thanks, സന്ദീപ് ചക്രവർത്തി. അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് സന്ദേശ് ശിവശങ്കർ ആണ്. മന്ത്രിയോടാണ് സന്ദേശിന് ചോദിക്കാനുള്ളത്. സന്ദേശ് ചോദിക്കാം. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട്. 7 ഫ്ലൈറ്റുകൾ ആണ് US-ൽ നിന്നും ഇന്ത്യയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലൈറ്റ് സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ഇന്ന് രാത്രി തന്നെ മുംബൈയിലേക്കും ഹൈദരാബാദിലേക്കും പുറപ്പെടും എന്ന വിവരവും നമ്മുടെ കോൺസുൽ ജനറൽ അറിയിച്ചിരിക്കുന്നു. വളരെ സന്തോഷം പകരുന്ന ഒരു വാർത്തയാണിത്. ശ്രീ സന്ദേശ്, താങ്കൾക്ക് ചോദിക്കാം. I'm currently in Portland, Oregon, which is the West Coast, and I came to US on a H-1B visa, and it has been denied now. Now with the evacuation flights planned from US, I'm unable to travel immediately, even with both me and my wife holding Indian passport, as my minor kid holds OCI, and travel restrictions are in place for OCI or any other visa. He even holds an emergency visa. So request you to reconsider the official update so that exception for minor kids and people with emergency situations are allowed on these. And also if you could let us know the timeline by which it can be considered, that would be great. Thank you. This question will resume soon. മിനിഷ, താങ്കൾ ആ ചോദ്യം കേട്ടില്ലേ? ഞാൻ കേട്ടു. അല്ല, ഞാൻ ഈ ഘട്ടത്തിൽ അത് മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ പറയേണ്ടത്? മലയാളത്തിൽ പറഞ്ഞോളൂ. സന്ദേശ് മലയാളിയാണ്. അതെയോ? അത് ശരി. കാരണം ഈ ഘട്ടത്തിൽ ഇപ്പോൾ
നമ്മൾ തിരിച്ചു കൊണ്ടുവരാൻ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മുൻഗണനാ പട്ടികയിൽ, ആ മുൻഗണനാ പട്ടികയിൽ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ തിരിച്ചു വരേണ്ട ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയാണ് നമ്മളിപ്പോൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് തിരിച്ചു വരാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ H1B വിസ നിഷേധിക്കപ്പെട്ടിട്ടുള്ളതിൻ്റെ ഫലമായിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ ചെറിയ കുട്ടികളായിട്ടുള്ള OCI കാർഡുള്ള ആളുകൾ, അങ്ങനെയുള്ള കുടുംബങ്ങളുടെ കാര്യം വിദേശകാര്യ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന പട്ടിക അനുസരിച്ച് അങ്ങനെയുള്ള ആളുകളുടെ കാര്യം ആദ്യ പരിഗണനയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലിസ്റ്റിലുള്ളതല്ല. ഈ കാര്യത്തിൽ നയപരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ആ തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഇതിലെന്തെങ്കിലും തരത്തിലുള്ള ഭേദഗതിക്കുള്ള സാധ്യതകളുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അങ്ങനെയുള്ള ധാരാളം ആളുകൾ വരാൻ താല്പര്യപ്പെടുന്ന ആളുകളുണ്ട് എന്നെനിക്കറിയാം. പക്ഷേ ആദ്യത്തെ പരിഗണനയിൽ മറ്റ് നിരവധി ആളുകൾ, അതായത് ടൂറിസ്റ്റ് വിസയിൽ പോയി അവിടുന്ന് തിരിച്ചു വരേണ്ടി വരുന്ന ആളുകൾ, പ്രായമായിട്ടുള്ള ആളുകൾ, അസുഖം ബാധിച്ചിട്ടുള്ള ആളുകൾ, അവധിക്കാലം ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, നമ്മുടെ നാട്ടിൽ ഉറ്റ ബന്ധുക്കൾ മരണപ്പെട്ടതിൻ്റെ തുടർന്ന് അവിടെ നിന്ന് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കാര്യമാണ് നമ്മളിപ്പോൾ US-ൽ നിന്നതാണ്. നമ്മുടെ ഗൾഫ് മേഖലയിലെ ആവുമ്പോൾ ധാരാളം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ലേ ഓഫ് ആയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആദ്യത്തെ പരിഗണന നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. Okay, one more question I would like to ask Shri Sandeep ji. Sandeep ji, unemployment is going to be a big issue altogether. More than 2 crore people are losing their jobs in USA, and among them a major chunk is Indians. How can you address this issue effectively? And some Indians who work in USA are held up here in India now due to corona. Their visa going to be expired. Post-COVID season is going to be tougher for them, especially. Any contingency plans chalked out to sort out their concerns? Sandeep ji. Can you hear? Was it for me? I'm Yes, sorry. yes. Okay. Thank you. No, we are aware of this situation, and as you know, that the Air India flights which are coming from India, they are bringing Indians who are stranded in India, H1B holders, and in fact, the first flights which have come in are all packed. So that question and query of yours is already being addressed by the government, and the government has allowed Air India to bring in passengers from India to the United States. And I think the numbers are not too many, and I think these evacuation flights which are running will be able to take care of the Indians who are stranded in India but are normal residents of the United States. As far as H1B people are concerned, their visas are expiring, but we have been in dialogue with the US government, and the US government has told us that although their priority now is on COVID, they understand the situation, and even if people stay back or overstay because of the lack of flights, it will not be held against them. So I just want to take this opportunity to assuage and tell people who are hearing us that don't be worried if your visa status is expiring. Just go online and ask for a change of visa status, or ask for a extension of a visa status. It will not be held against you. But do not
be in a hurry to return, because international travel in these aircraft is not, it's not recommended. Only desperate people should to travel, because even if you go to India, you will have to undergo quarantine. So just be where you are, be safe. I think that's the most important message for everyone at the moment, is be where you are, be safe, and your visa status will not be held against you. The government has assured us. So that is the situation. As far as the other question you answered about H-1B, you see the American economy has also been affected very, very negatively. The highest joblessness in history is right now. 14.5% people are unemployed at the moment. That was the figures of April. 30 million people are unemployed. So it will have an impact on the employment of immigrants from India. We don't know what will be the status and how deep that impact will be. But happily for us, our people are very skilled, and they address very niche markets in the United States. So I am optimistic that it will not adversely affect to a large extent our people, because the kind of skills our people bring in may not be available here, but there may be some short-term perturbations and shocks. It will happen in every economy, and America is not an exception. Thanks very much, Sri Sandeep Chakravarti, for joining with us tonight, and thanks very much for spending your valuable time. ഒരു ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടിയിരിക്കുന്നു, ഉടൻ തിരിച്ചെത്താം. പ്രവാസികൾ പറയട്ടെ പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഷിക്കാഗോയിൽ നിന്നും മുരളീദാസ് മോഹൻ ചേരുന്നു. മുരളീദാസ്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം. താങ്കൾക്ക് മിനിസ്റ്ററോട് ചോദിക്കാം. മുരളീദാസ് കേൾക്കാമോ? മുരളീദാസ് മോഹൻ ഫ്രം ഷിക്കാഗോ. മുരളീദാസ്, can you hear me? ഹലോ. യെസ് മുരളീദാസ്, ചോദിക്കാം, മിനിസ്റ്ററോട് ചോദിക്കാം. എൻ്റെ പേര് മുരളി. ഞാനിവിടെ ഷിക്കാഗോയിലാണ്. എൻ്റെ സ്വദേശം ഇടുക്കി ജില്ല, കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്താണ്. ഇവിടെ ഭാര്യയും 2 കുട്ടികളും ഉണ്ട്. ഞാനിവിടെ US എത്തിയത് താൽക്കാലിക ജോബ് വിസയായ L1B-യിലാണ്. അതിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ തിരിച്ച് യാത്ര ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഇപ്പോൾ കമ്പനി എന്നെ ശമ്പളമില്ലാത്ത അവധിയിൽ നിർത്തിയിരിക്കുകയാണ്. തിരിച്ച് നാട്ടിലെത്തിയാൽ മാത്രമേ എനിക്ക് തിരിച്ച് എൻ്റെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഇവാക്യുവേഷൻ എംബസിയുടെ ലിസ്റ്റ് പരിഗണനയിൽ ആദ്യം എമർജൻസി ആൾക്കാരും വിസിറ്റേഴ്സും സ്റ്റുഡൻസും ഒക്കെ ആയതുകൊണ്ട് എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ഏകദേശം എപ്പോഴായിരിക്കും യാത്ര ചെയ്യാൻ സാധിക്കുക? അതാണ് ആദ്യത്തെ ഒരു ചോദ്യം. എത്ര കാലം ഞങ്ങൾ ഇവിടെ നിൽക്കണം? അതിനുള്ള പ്രിപ്പറേഷൻസ് എത്ര കാലത്തിന് ഞങ്ങൾ ചെയ്യേണ്ടി വരും? രണ്ടാമത്തെ ഒരു ചോദ്യം, ഈ എംബസി കളക്ട് ചെയ്തേക്കുന്ന രജിസ്ട്രേഷൻ ഡീറ്റെയിൽസിൽ ഈ വിസ എക്സ്പയറിയുടെ ഡേറ്റ് ഒന്നും ചോദിച്ചിട്ടില്ല. അതാകെ ഒരു ജനറൽ കാറ്റഗറി, അതായത് എക്സ്പയറിംഗ് വിസ എന്നൊരു ജനറൽ കാറ്റഗറിയിലാണ് ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി വിസ കാലാവധി കഴിഞ്ഞ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു മുൻഗണന കൊടുക്കാൻ പറ്റുമോ? അപ്പൊ ഇത് രണ്ടുമാണ് എന്റെ ചോദ്യങ്ങൾ. താങ്ക് യു മിനിസ്റ്റർ. ഈ കാര്യത്തിൽ ഒന്ന്, ഇപ്പോൾ വിസ കാലാവധി പൂർത്തിയായ സാഹചര്യത്തിൽ തിരിച്ചു വരാനുള്ള നിങ്ങളുടെ അർഹത, മുൻഗണനാ പട്ടികയിലുള്ള അർഹത അത് നിങ്ങൾക്കുണ്ട്. അതിൽ ഈ തവണ, അതായത് ഈ ആദ്യത്തെ ആഴ്ചയിൽ ഫ്ലൈറ്റുകളുടെ എണ്ണത്തിലുള്ള പരിമിതികൾ കാരണം ഒരുപക്ഷെ എല്ലാവരും ആ ഫ്ലൈറ്റിൽ തന്നെ വരിക എന്നുള്ളത് പ്രായോഗികമല്ലാത്തത് കൊണ്ടാണ് അസുഖബാധിതരായിട്ടുള്ള ആളുകൾ, ഗർഭിണികൾ തുടങ്ങിയിട്ടുള്ള വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ ആദ്യത്തെ ഫ്ലൈറ്റുകളിൽ തിരികെ വരാനുള്ള അനുവാദം എംബസി നൽകിയിട്ടുള്ളത്. പക്ഷേ തുടർന്ന് വരുന്ന ആഴ്ചകളിൽ കൂടുതൽ വിമാനങ്ങളുടെ സർവീസ് ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ താങ്കൾക്കും തിരിച്ചു വരുന്നതിനെക്കുറിച്ച് താങ്കളുടെയും പേരുകൾ തിരിച്ചു വരാനുള്ള പട്ടികയിൽ ഉൾപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.
മറ്റൊന്ന് എത്ര കാലം എന്നുള്ള ചോദ്യത്തിന് ഇതൊരു മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയായിട്ടല്ല വിദേശകാര്യ വകുപ്പും സിവിൽ ഏവിയേഷൻ വകുപ്പും ആലോചിച്ചിട്ടുള്ളത്. കഴിയുന്നത്ര വേഗത്തിൽ തന്നെ ഈ പ്രക്രിയ പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ 2-3 അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് ശേഷം സാധാരണഗതിയിലുള്ള അന്താരാഷ്ട്ര സർവീസുകൾ ആരംഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി എന്ന് വരാം. പക്ഷെ അതിനു മുൻപ് തന്നെ ഈ തരത്തിലുള്ള ഒരു മടങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സർവീസുകൾ, ആ പ്രത്യേക സർവീസിലൂടെ വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളെയും തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തണം എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാർ ആഗ്രഹിക്കുന്നത്. ഈ വിസയുടെ മുൻഗണന ഇതിൻ്റെ പട്ടികയുടെ ഇതിൽ ഒരു കാറ്റഗറി എന്നുള്ള നിലയിൽ വിസ കാലാവധി കഴിഞ്ഞതിനെക്കുറിച്ച് കൂടുതൽ വിശദാംശങ്ങളില്ല എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അത് പക്ഷേ തീർച്ചയായിട്ടും നിങ്ങളുടെ പരിഗണിക്കുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെയും ബാക്കിയുള്ള മുഴുവൻ വിവരങ്ങൾ എംബസിയിൽ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള വിസ കാലാവധി കഴിയുന്ന സാഹചര്യമുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് കൂടുതൽ വിവരങ്ങൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ എംബസി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്നതിന് അതൊരു തടസ്സമാകാത്ത രീതിയിൽ വേണ്ട തീരുമാനം എടുക്കാൻ എംബസിക്ക് സാധിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ആശങ്കയുണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് ശ്രീ മുരളിയോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മിനിസ്റ്റർ, ഒരുപക്ഷെ ഇതുപോലെ ജോലി നഷ്ടപ്പെടുകയും അതുപോലെ വിസ കാലാവധി തീരുകയും ശമ്പളമില്ലാതെ അവധിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. കുറെ കൂടി മനുഷ്യത്വപരമായ ഒരു ഇടപെടൽ ഇവരോട് കാണിക്കേണ്ടതല്ലേ? അല്ല, തീർച്ചയായിട്ടും ഉണ്ടാവും. അതിൽ ഞാനത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ ആദ്യത്തെ ആഴ്ചയിൽ പരിമിതമായിട്ടുള്ള എണ്ണത്തിലുള്ള സർവീസുകൾ മാത്രമേ നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ ആഴ്ച ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 15,000 പേരാണ് ഇന്ത്യയിലേക്ക് ഈ ആദ്യത്തെ ആഴ്ചയിൽ വരുന്നത്. ഇതേ തോതിൽ ആളുകൾ വരുന്നിരിക്കട്ടെ, 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ മുഴുവൻ ആളുകളും തിരിച്ചു വരാൻ സാധ്യമല്ല. അതുകൊണ്ട് ഈ 15,000 എന്നുള്ള കണക്ക് ഒരു ആദ്യത്തെ ആഴ്ചയിലെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള കണക്കാണ്, ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്നുള്ള നിലയിൽ. ഉദാഹരണത്തിന് കൊച്ചിയിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2 ഫ്ലൈറ്റ് 3 ഫ്ലൈറ്റ്, ഇന്നിപ്പോൾ 3 ഫ്ലൈറ്റാണ് കൊച്ചിയിൽ വരുന്നത്. ചില സംസ്ഥാനങ്ങളിൽ അവിടുത്തെ സംസ്ഥാന ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ആഴ്ച ദിവസം 1 ഫ്ലൈറ്റ് മാത്രമേ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാനിത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, വിവിധ സംസ്ഥാനങ്ങളിലെ തയ്യാറെടുപ്പുകൾ, അവിടുത്തെ വിമാനത്താവളങ്ങളിലെ സൗകര്യങ്ങൾ. കാരണം ഈ കൊച്ചി എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം വന്ന ഫ്ലൈറ്റിൽ നിന്നും 30 പേരെ വീതമാണ് പുറത്തേക്ക് കൊണ്ടുവന്ന് അവരുടെ മറ്റു പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയിട്ട് അവരെ കൊണ്ടുപോയത്. അപ്പോൾ കൂടുതൽ ആളുകൾ വരുമ്പോൾ അത് മുഴുവൻ മാനേജ് ചെയ്യാൻ ഉള്ള ഒരു അനുഭവം, ആ അനുഭവം ആ എയർപോർട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ലഭിക്കണമെങ്കിൽ അവർക്കൊരു 3-4 ദിവസത്തെ ഒരു പരിചയം, ആ ഒരു അനുഭവത്തിനുള്ള അവസരം കൊടുക്കണം. ആ അവസരം കൊടുക്കണം എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ ആഴ്ച ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു പരീക്ഷണം എന്നുള്ള നിലയിൽ കൂടിയായിട്ട് കണക്കാക്കിക്കൊണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ആ വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും കൂടുതൽ ആളുകൾക്ക് വരാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യുമ്പോൾ ഈ തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് ദീർഘകാലം അവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതി ഉണ്ടാകില്ല. ഓക്കെ, വിശാൽ കുമാർ ചേരുന്നു ന്യൂജേഴ്സിയിൽ നിന്നും. വിശാൽ, താങ്കൾക്ക് ചോദിക്കാം മിനിസ്റ്ററോട്. ഹലോ, കേൾക്കാമോ? യെസ്. എൻ്റെ പേര് വിശാൽ. ഞാനിവിടെ ന്യൂജേഴ്സിയിലാണ് താമസിക്കുന്നത്. കൂടെ ഭാര്യയും മകനും ഉണ്ട്. ഞങ്ങളെല്ലാവരും ഇന്ത്യൻ സിറ്റിസൺസ് ആണ്. അപ്പോൾ എൻ്റെ സ്വദേശം കോഴിക്കോടാണ്. ഭാര്യ ഇപ്പം 7 മാസം പ്രഗ്നന്റ് ആണ്. അപ്പോൾ ഒരു 10 days കൂടി കഴിഞ്ഞാൽ 8 months ആവും. അപ്പോൾ ഞങ്ങൾ
രജിസ്ട്രേഷൻ തുടങ്ങിയ സമയത്ത് ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിരുന്നു. ആ സമയത്ത് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ പ്രഗ്നന്റ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ അതേഴ്സ് എടുത്തിട്ട് അതേഴ്സിന്റെ അവിടെ ഞങ്ങൾ പ്രഗ്നന്റ് ആണ്, വിസ എക്സ്പയർ ആണെന്ന് മെൻഷൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളത് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിനെ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ആദ്യത്തെ 2 ഫ്ലൈറ്റും ഓൾറെഡി ബുക്ക്ഡ് ആണ്, കംപ്ലീറ്റ് ആണ് എന്നാണ്. അപ്പോൾ പ്രഗ്നന്റ് വിമണിന് പ്രയോറിറ്റി ഉണ്ടെന്നും പറയുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഇതുവരെ കോളൊന്നും വന്നിട്ടില്ല, കൺഫർമേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സാങ്കേതിക കാരണം മൂലമാണോ ഞങ്ങൾക്ക് പ്രയോറിറ്റി നഷ്ടപ്പെടുന്നത് എന്നതാണ്. അതായത് ഇപ്പൊ ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ എടുത്ത് നോക്കുമ്പോൾ അവിടെ പ്രഗ്നന്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അന്ന് ആ സമയത്ത് തുടങ്ങിയ സമയത്ത് ആ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇനി അത് കാരണമാണോ എന്ന് അറിയില്ല. അപ്പൊ ഈ കാര്യത്തിലൊന്ന് ഇടപെട്ടിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു. കാരണം ഞങ്ങൾക്ക് മെയ് 20 വരെയാണ് നല്ല രീതിയിൽ ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ഡോക്ടറുടെ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ട് വേണം ട്രാവൽ ചെയ്യാൻ. അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രാവൽ ചെയ്താൽ നല്ലതാണ് എന്നുള്ളൊരു ഓപ്ഷനിലാണ് ഞങ്ങളെല്ലാം വെയിറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഒരു സാങ്കേതിക പ്രശ്നമാണ്. അവിടുത്തെ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ചില വിശദാംശങ്ങൾ, ആ വിശദാംശങ്ങൾ കൂടി ഉണ്ടായാൽ ഒരുപക്ഷെ അത് കുറെ കൂടി സുഗമമായിട്ട് ഈ യാത്രക്ക് അർഹരായിട്ടുള്ള ആളുകളെ മുഴുവൻ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരു നിർദ്ദേശമാണിത്. തീർച്ചയായിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തിൽ താങ്കൾക്ക് എംബസിയിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിവരം, അതായത് പിന്നീട് അത് ചേർത്ത സാഹചര്യത്തിൽ ആ വിവരം താങ്കളുടെ രജിസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് കൂട്ടിച്ചേർക്കാൻ അതിനുള്ള ഒരവസരമുണ്ടാകും. അത് നിങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എംബസി അക്കാര്യത്തിൽ സഹകരിക്കും. അപ്പോൾ അത് ചെയ്തുകൊണ്ട്, ഇതുകൊണ്ടാണോ താങ്കളെ ഇപ്പോഴത്തെ പട്ടികയിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്ന് എനിക്ക് അറിയില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇതൊരു കാറ്റഗറി എന്നുള്ള നിലയിൽ, പ്രഗ്നൻസി എന്നുള്ളതൊരു കാറ്റഗറിയുടെ മുൻഗണന നൽകേണ്ട കമ്പല്ലിംഗ് റീസൺ, അങ്ങനെ കമ്പല്ലിംഗ് റീസൺ എന്നുള്ള നിലയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ഘടകമാണ്. അതുകൊണ്ട് ആ ഘടകത്തിൽ താങ്കൾക്ക് ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ആദ്യഘട്ടത്തിൽ അത് ഇല്ലാതിരുന്ന ഒരു പശ്ചാത്തലത്തിൽ താങ്കൾക്കത് ചേർക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടി വിശദീകരിച്ചുകൊണ്ട് എംബസിയെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എംബസി അത് അർഹമായിട്ടുള്ള രീതിയിൽ പരിഗണിക്കുമെന്നാണ് എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, എന്തായാലും വിശാൽ മിനിസ്റ്ററുമായി ആശയവിനിമയം നടത്തിയതിന് നന്ദി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണെങ്കിൽ അത് എംബസിയുമായി ബന്ധപ്പെട്ട് പരിഹരിക്കാമെന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേള കൂടി.